ഞാൻ പണ്ടത്തെ കോഴിക്കോട് അന്വേഷിച്ചിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നു, പക്ഷേ കോഴിക്കോട് വിറ്റ് പോയി. അപ്പം മുളപ്പിച്ച് എന്നെ ഹെൽത്തി ഉപ്പുമാവ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു വൈകുന്നേരത്തെ ഫുഡ്. അതാണ് എനിക്ക് സന്തോഷം. കാരണം നമ്മുടെ വീട്ടിൽ വെറുതെ ഉണങ്ങി വേസ്റ്റായി പോകുമായിരുന്നു തുളസി. ഒരു അമ്പലത്തില് മഹാദേവന് ചാർത്തി. ആലപ്പുഴ ഞാൻ തന്നെ വരണേ, എല്ലാ പാചകത്തിനും ഞാൻ തന്നെ വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുന്നേ ചെറുപയറാണ് കേട്ടാ. ഞാൻ ഇനൊന്നും നട്ടില്ലാന്ന് ആരും പരാതി പറയരുത്. ഞാൻ മുളകിന്റെ കുരുപാവുണ്ട്. അപ്പൊ പിന്നെ ഉപ്പുമാവല്ലാണ്ട് പിന്നെ എടുത്താൽ കോഴിക്കോടാനാവോ? ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും ഉപ്പുമാവിൻ്റെ ഒരു ഭംഗി. ഓ പൂക്കൾ കണ്ട തവണ ഞാൻ ഇവിടെ നട്ടേ ഇരിക്കൂ. കുറച്ച് മതി വൈകുന്നേരം കഴിക്കാം. ഞാൻ ഈ ഓരോ സദ്യകൾക്ക് പോയിട്ട് കോഴിക്കാല് വരെ പോക്കറ്റ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സമയം വൈകുന്നേരം 5:15. നമ്മളിവിടെ കൃഷി സ്ഥലത്തെ പണികൾ ഇപ്പോൾ ഇതൊക്കെ നോക്കി കറ്റാർവാഴയൊക്കെ പിടിച്ച് കിട്ടിക്കണ്ട. നമ്മുടെ കറ്റാർവാഴ പിടിച്ച് കിട്ടി, തുളസി പിടിച്ച് കിട്ടി, ഇതൊക്കെ പിടിച്ച് കിട്ടി. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഇപ്പോൾ വളമൊന്നും ചെയ്യണ്ട. ചാണം ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് സ്കൂട്ടർ പോയിട്ട് മുന്നിൽ ബക്കറ്റ് വെച്ചിട്ട് ഞാൻ ചാണം എടുത്തുകൊണ്ടിരും. ഇപ്പോൾ 2 ദിവസം ഭയങ്കര കനത്ത മഴയെ കാരണം നമുക്ക് ചാണം എടുക്കാൻ പോകാൻ പറ്റില്ല. പിന്നെ ചാണം അവിടെ ഗുളുന്ന് അതിൻ്റെ ആവും. അപ്പോൾ നമുക്കത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ കറ്റാർവാഴയില്ലേ ഇവർക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ്ട നമ്മുടെ വള്ളിച്ചീര, വയലറ്റ് വള്ളിച്ചീരയാണ് ഇട്ടത്. വയലറ്റ് വള്ളിച്ചീര. അപ്പോൾ കുറച്ച് മണ്ണിടും നമ്മൾ കേട്ടോ. എന്നിട്ട് പിന്നെ ചാണം ഇതൊക്കെ ഇട്ട് കൊടുക്കാം. കറ്റാർവാഴ കൊണ്ട് നമുക്ക് പല സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ടൗൺ ഹാളിൽ, തൃശ്ശൂർ ടൗൺ ഹാളിൻ്റെ അവിടെ സരിത വന്നില്ല. സരിത ആടുന്ന് തരുന്ന, അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് പോയിട്ട് വരാം. എന്തിനാ നീ ആലോചിച്ച് നടക്കണം പറയും? അല്ല ചേട്ടൻ, നീ കോഴിക്കോട് പൊളിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ കോഴിക്കോട് പൊളിക്കൽ മാറ്റി വെച്ചല്ലോ അല്ലേ? അത് പിന്നെ ചെയ്യാം. അത് മുരളീധരനോട് ചെയ്യാം. എന്താ കോഴിക്കോട് അതല്ല ചേട്ടന് ഓർമ്മയുണ്ടോ അന്നത്തെ ഇന്റർവ്യൂ കോഴിക്കോട് ഉണ്ടാക്കണത്തെ? അത് ഭയങ്കര 5 പാർട്ടാ. എത്ര പാർട്ടായിട്ടാ ചേട്ടൻ? 4 പാർട്ട്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് 5-6 മാസം 7 മാസം 8 മാസമൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത് അല്ലേ? ഒരു 600 സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് 6-7 മാസമായിട്ട് 600 സബ്സ്ക്രൈബേഴ്സ് ആയി ഉണ്ടായിരുന്നുള്ളൂട്ടാ. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് കോഴി വളർത്തൽ, വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചേട്ടിട്ടു. നമ്മുടെ വീട്ടിലത്തെ എല്ലാ വീട്ടിലും ആ സമയത്ത് ഇപ്പോഴും ഉണ്ട് കോഴികളുണ്ടല്ലോ. അപ്പം അതിനൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടു. കോഴി വളർത്തലിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം അങ്ങനെ എന്നിട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോൻ്റെ ഇടയിൽ ചേട്ടൻ കോഴിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. മുന്നത്തെ നമ്മൾക്ക് അപ്പം ചാനലില്ല. ആ ചാനൽ എന്നാലും വെറുതെ നമ്മളിങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കണത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഒരു ക്ലിപ്പ്. ആ കോഴിക്കൂട് എന്തിടിച്ചത് അത് നാശമായി പോയാ? കോഴിക്കോട് പൊളിച്ചു കളഞ്ഞില്ലേ? പിന്നെ അത് അറ്റത്ത് മാത്രം ഇങ്ങനെ പലകടിച്ചിട്ട് മൊത്തം മറ്റേ നെറ്റ് അടിച്ചിട്ട് വില കുറവിന്റെ നെറ്റ് അടിച്ചിട്ടുണ്ടാക്കിയൊരു കോഴിക്കൂടായിരുന്നു. അപ്പൊ ആ വീഡിയോന്റെ ഇടയിൽ അത് കാണിക്കണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ വൈറലായി. പെട്ടെന്ന് അത് അങ്ങോട്ട് കേറി 10 ലക്ഷത്തിന് പേര് കണ്ടു. അതില് കമന്റ്സ് വന്നു, കോഴിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കോ എന്നിട്ട് കമന്റ്സ് വന്നു. അപ്പോഴാണ് ചേട്ടന് അങ്ങനെ ഒരു തിങ്ക് വന്നല്ലേ. എന്നിട്ടാണ് കോഴിക്കൂട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. ആ കോഴിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോയില് ഞാനൊരു റിപ്പോർട്ടറായിട്ട്, ആ സമയത്ത് ഞാനങ്ങനെ ഈ ചാനലിൽ വന്നു തുടങ്ങിയിട്ടില്ലേ. അപ്പം ഞാനിങ്ങനെ ഒരു ചാനലിൽ നിന്ന് വന്ന റിപ്പോർട്ടറായിട്ട് ചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യണതായിട്ട് ഒരു ക്ലിപ്പുണ്ട്. എനിക്ക് അതിൽ കേട്ട നെഗറ്റീവ് കമൻസ് കാരണം ആളുകൾക്ക് എന്നെ കണ്ടിട്ടില്ലേ അധികം. അപ്പോൾ ഞാൻ ശരിക്കും വന്നിട്ടാണ് ചേട്ടനെ ഇങ്ങനെ വധിക്കണേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു ക്ലിപ്പ് ഉണ്ടായില്ല. ആ ക്ലിപ്പ് നല്ല രസമാണ്. അത് പിന്നെ ചേട്ടൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിനെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ? നമ്മുടെ ഫേസ്ബുക്ക് പേജില്ലേ? വെറുതെ ഫേസ്ബുക്കിൽ വന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് ആളുകളുടെ ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് ഇപ്പൊ നമ്മുടെ ചാനലുകാരെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഒരാൾ ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും ഈ അവതരിപ്പിനാണല്ലേ അയാൾ വർത്തമാനം പറയാൻ സമ്മതിക്കില്ല. ആളുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിയിലാണല്ലോ മെയിനായിട്ട് കുറേ കാണിക്കുന്നത്. അപ്പം ഞാൻ സരിത ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ എന്നോട് ചോദ്യം ചോദിക്കണം. അപ്പം ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇവള് അതിനെ ഗണ്ടിച്ച് അപ്പം തന്നെ പറയും. പറയാൻ സമ്മതിക്കുന്നില്ലേ? അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നത്. 5 കൊല്ലം മുന്നത്തെ. അതിലെന്റെ കോലൊക്കെ വേറെ കേട്ടാ. ആ കോഴിക്കോടിന്റെ മുന്നേ വെച്ചിട്ടാണ് അന്ന് ചേട്ടൻ ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയ കോഴിക്കൂടാണെന്ന്. അന്ന് ഇങ്ങനെ കോഴിക്കൂട് ഉണ്ടാക്കിയിട്ട് ആ കോഴിക്കൂടിന് നെറ്റിനും
ഈ പലകയ്ക്കൊക്കെ വേണ്ടി പിന്നെ അതിൻ്റെ വിയാവിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്ന പൈസ കറക്റ്റ് മാത്രം അത് വാങ്ങിയിട്ട് നമ്മൾ ഈ കോഴിക്കൂട് അല്ല ചേട്ടന് വിറ്റു അന്ന്. അങ്ങനെ ഉണ്ടായേ. കാരണം നമുക്ക് ഈ കോഴിക്കൂടിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി കോഴിക്കൂട് അന്വേഷിച്ചിട്ട് കുറെ പേര് വന്നു. ഞാൻ പറഞ്ഞ കോഴിക്കൂട് അന്വേഷിച്ചിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നു, പക്ഷേ കോഴിക്കോട് വിറ്റ് പോയി. അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ കോഴിക്കോട് വീഡിയോക്ക് വേണ്ടി മാത്രമായിട്ട് അന്ന് ഇത് ഉണ്ടാക്കിയത്, ഈ കോഴിക്കൂട് അന്ന് ഉണ്ടാക്കിയത് ആ കോഴിക്കൂടാണ് ഈ കാണുന്നത്. പുതിയ കോഴിക്കോട് പണിതപ്പോ ഇത് വീണ്ടും ചെതല് പിടിച്ചു തുടങ്ങി. പൊളിക്കാൻ പോവാണ്. എന്നിട്ടിപ്പോ ഞാൻ കളക്കണത് അല്ല ചേട്ടന് എന്തിട്ടാ മറ്റേ ചെറുപയർ മുളപ്പിച്ചത്. ഞാൻ ഇവളോട് പറഞ്ഞേ, ഇവിടെ എനിക്ക് ഞാൻ ചെറുപയർ മുളപ്പിച്ചിട്ടുണ്ട് കണ്ടമാനം. അപ്പോൾ മുളപ്പിച്ച് ഹെൽത്തി ഉപ്പുമാവ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു വൈകുന്നേരത്തെ ഫുഡ്. അതാണ് എനിക്ക്. അപ്പോൾ ഇവിടുത്തെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവിടേക്ക് പോയി. അല്ല, അത് ചേട്ടന് വൈകുന്നേരത്തേക്കല്ലേ വേണ്ട, ഇപ്പോഴേ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടന് വൈകുന്നേരം വിശക്കും. അത് തന്നെ ഇന്ന് ചാളം കൂട്ടാൻ. അപ്പൊ ചേട്ടൻ രാത്രി വിശന്നിട്ട് ചോറെടുത്തുണ്ണു. ചോറിനില്ല ഇല്ലടി. ആ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറുപയറ് അപ്പം അതിലത്തെ സാധനങ്ങൾ എടുത്തിട്ട് വരാം. അതിലേക്ക് അധികം സാധനങ്ങളും ആവശ്യമില്ല. അത് നല്ല രസമാട്ടോ. പിന്നെ വെറുതെ എങ്ങനെയൊന്ന് കഴിക്കാനായിട്ട് നല്ല രസമാണ്. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അത് ഉണ്ടാക്കേണ്ട വിധമൊക്കെ. അങ്ങനെയാണ് മുന്നുണ്ടാക്കി ഉടനെ പിന്നെ അത് ഉണ്ടാക്കൽ നിന്നു. ഇപ്പം പിന്നെ വീണ്ടും അത് ഉണ്ടാക്കും. രാത്രി അത് കഴിക്കും ചേട്ടൻ. ഞാനും ജഗ്ഗുവിന് അത് വലിയ താല്പര്യമില്ല, ഞങ്ങൾ രണ്ടുപേരും കഴിക്കും. അപ്പം സാധനങ്ങൾ എടുത്തിട്ട് വരാം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോഴിക്കോട്. അല്ല കോഴിക്കോടല്ല, ആ ഈ ഉപ്പുമാവ്. എന്താ നമ്മുടെ കറ്റാർവാഴ നോക്കിയേ തടങ്ങണ്ട എന്തൊരു ഭംഗിയില്ല. അപ്പോൾ കറ്റാർവാഴ കഴിഞ്ഞു. ഇനി നമ്മളെ വള്ളിച്ചീരയ്ക്ക് ഒരു കൂമ്പാരം ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് എല്ലാതരം സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കണം. ഞാൻ ആലോചിക്കുക, ആ കോഴിക്കൊണ്ടൊക്കെ അധികം സംഭവമൊക്കെ ഇന്നാൾ കഴിഞ്ഞ പോലെ തോന്നുന്നു. കൊല്ലത്ര കഴിഞ്ഞു. അന്ന് നമ്മുടെ വീഡിയോ കണ്ട കുറേ പേരൊന്നും ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. വള്ളിച്ചീര ഇപ്പം ഇല്ല. അങ്ങനെ ആദ്യം കണ്ടമാനം നമ്മുടെ വീട്ടിൽ എത്ര പേർക്ക് നമ്മൾ വള്ളിച്ചീര തണ്ട് അയച്ചു കൊടുത്തോണെന്ന് അറിയാം. അത്രയ്ക്കധികം പേര് കേരളത്തിൽ, അത്രയ്ക്കധികം പേർക്ക് നമ്മൾ വള്ളിച്ചീര ഇത് പടർത്താനായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. മണ്ണുത്തിയിലൊന്നും ഇല്ല. യൂണിവേഴ്സിറ്റിയുടെ ഇവിടെ നിന്ന് വള്ളിച്ചീര കിട്ടാല്ലേ. ആളുകൾക്കത് ഭയങ്കര എത്ര അകലെന്ന് ആളുകൾ തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയുമോ ഈ വള്ളിച്ചീര ഇത് തണ്ടന്വേഷിച്ചിട്ട്. അങ്ങനെ ഒരു കാലം ഇതൊന്ന് വെടുപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ കണ്ടില്ലേ ഒരു കോഴിക്കൊണ്ട് ഇതിൻ്റെ വലിയൊക്കെ തോന്നിയ പോലെ കിടന്ന് നല്ല പാമ്പൊക്കെ ഇനി വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ഗതികേടായി. അപ്പോൾ അവിടെ വൃത്തിയാക്കണം, മുറിലാടം മറ്റേ എന്നിട്ട് ശരിയാക്കാം. ഇവിടുത്തെ പുല്ല് ചെത്തിയിട്ട് പൊന്നാങ്കണ്ടി ചീര നടണം. അത് നാല് ചെത്തി കഴിക്കാൻ വെച്ചിട്ടാ. പുല്ല് ചെത്തിയത് വലിച്ച് കളയുക. ഇവിടെ പൊന്നാങ്കണ്ടി ചീര നടാൻ പോകാം കേട്ടോ. അപ്പോൾ ചീര അല്ലേ എൻ്റെ അവിടെ കളക്കിൻ്റെതുകൊണ്ട്. നമ്മൾ തുളസിക്ക് ഒരു നല്ല ഭംഗിയിൽ സാധാരണ തുളസിയാണ് ഇട്ടത്. അതിന് ഒരു ഭംഗിയുള്ള തടം ഉണ്ടാക്കുന്ന കേട്ടോ. തുളസിക്ക് വരെ സ്ഥലം കണ്ടെത്തിയിട്ട് നമ്മളിവിടെ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചെറുപയർ മുളപ്പിച്ച ഉപ്പുമാവ്, ഹെൽത്തി ഉപ്പുമാവ്. അതെ, ആളുകളെ ഉപ്പുമാവ് ഉണ്ടാക്കാനൊന്നല്ല ബുദ്ധിമുട്ട്. അതിലേക്കുള്ള സാധനങ്ങൾ ശരിയാക്കലും അല്ല, അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരലും അല്ല, ഈ സ്റ്റൗ കത്തിക്കല. സ്റ്റൗ കത്തിക്കൽ ശരിയില്ലേ? കത്തിയില്ല. പതുക്കിയേക്ക് കുറച്ചു നേരം. പതുക്കിയാക്കാൻ പറയണ ആള്. മതി ഒന്ന് ഇതാവട്ടെ. ചുറ്റും ആ ബർണർ ഒന്ന് മാറ്റണം വിചാരിച്ചിട്ട് നാള് കുറയും. പൊന്നാങ്കണ്ണീര് തടം ഉണ്ടാക്കണം അല്ല പൊന്നാങ്കണ്ണി ഇതല്ലേ തുളസി തടല്ലത്. അത് തുളസി തടാം. അല്ല ഇനി പൊന്നാങ്കണ്ണീര് ഇതുണ്ടാക്കണം. നമ്മുടെ വീട്ടിൽ തന്ന് തുളസി കുറെ ഉണ്ടായി നിൽക്കണ്ടായിരുന്നില്ലേ, അത് കുറെ വെട്ടി ചാക്കിലാക്കിയിട്ട് തങ്കാൻറ്റി കൊണ്ടുപോയല്ലോ. എന്നിട്ട് അത് അവരുടെ അവിടുത്തെ അമ്പലത്തില് തുറവൂര് അമ്പലത്തില് മാല കെട്ടിയിട്ട് ദൈവത്തിന് വിഗ്രഹത്തിന് ചാർത്തിയത് ഉണ്ടായിരുന്നില്ല, പക്ഷെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം നമ്മുടെ വീട്ടിൽ വെറുതെ ഉണങ്ങി വേസ്റ്റായി പോകുമായിരുന്നു തുളസി. ഒരു അമ്പലത്തില് മഹാദേവന് ചാർത്തി. ആലപ്പുഴ
അങ്ങനെ ചാർത്തി നേടുമ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു അവിടെ എത്ര തുളസി കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ടെങ്കിലും അവിടെ നിന്നോട്ടെ, അത് ഇതാവണ്ട. ആരെങ്കിലും ഇതിൽ കൂടെ അവരുടെ അമ്പലത്തിൻ്റെ ഗ്രൂപ്പിലുള്ള കുറേ പേരുണ്ട്, ആരെങ്കിലുമൊക്കെ ഇതിൽ കൂടെ പോകേണ്ടതിനെ പറഞ്ഞാൽ മതി, ആൻറ്റിയോട് തന്നെ പറഞ്ഞാൽ മതി, അവർ വന്ന് കൊണ്ടുപോയിക്കോളും എന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ നമ്മുടെ അമ്പലങ്ങളിൽ കൊടുക്കാം കേട്ടോ, അവിടെ അടുത്തുള്ള അമ്പലങ്ങളിൽ കൊടുക്കാം. ചേട്ടാ ഈ തേങ്ങ കത്തുന്നില്ലേ? പറഞ്ഞത് ഞാൻ തന്നെ വരണേ, എല്ലാ പാചകത്തിനും ഞാൻ തന്നെ വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുന്നേ മാർക്ക്. കുട്ടിക്ക് എന്നെ കാണാൻ തോന്നിയിട്ടാണോ? എങ്കിൽ സോറി, ഞാൻ മാരീഡാണ്. അങ്ങനെ പറയും. അങ്ങനെ സിനിമയില്ലേ കലാഭവമണി പറയണത്, ദിക്കാർന്ന് പറഞ്ഞില്ലേ? സൗണ്ട് വരാൻ പാടില്ല. തീയും വന്നിട്ടില്ലേ? ഇല്ല, തീ വന്നിണ്ടാ? ഓ മൈ ഗോഡ്, എൻ്റെ കണ്ണ്. ആ ശരി 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 ശരി, ഇതാദ്യം കൂടി ചേർന്നില്ലേ? അപ്പോൾ ചെറുപയർ മുളപ്പിച്ചത് കാണിച്ചു തരാം. ചെറുപയർ മുളപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇത് ഒരു ഗ്ലാസ് ചെറുപയറാണ് കേട്ടോ. അത് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം വെള്ളം ഊറ്റി കളഞ്ഞ് ഇന്ന് രാത്രി വെള്ളത്തിലിട്ടു. അറിയാത്തവർ കണ്ടിട്ട് വരും, അതിലെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചു. നേരം വെളുക്കുമ്പോൾ വെള്ളം ഊറ്റി അങ്ങനെ വയ്ക്കുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ മുളച്ചുടങ്ങും. പിറ്റേ ദിവസം ആകുമ്പോൾ അടിപൊളി ഇതുപോലെ നല്ല മുളയിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റി, നീ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചോളാം. ഇതായി കഴിഞ്ഞാൽ മുള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. അയ്യോ പാത്രം ഭയങ്കരമായിട്ട് ചൂടായ നമ്മുടെ ഇത്രയ്ക്ക് തീ കത്തുണ്ടല്ലേ? അയ്യോ ചേട്ടാ, വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ മറന്നു. ആ കടുക് കടുക് ഒറ്റടിക്ക് പൊട്ടണം എന്നല്ല തങ്കാഞ്ചി പറഞ്ഞത്. ഒറ്റടിക്ക് പൊട്ടണം, ഇട്ട വഴിക്ക് പൊട്ടണം. പൊട്ടി. ആ വേപ്പില വേണല്ലേ? വേപ്പില ഇവിടെ ഉണ്ട്. ആ ഇതൊക്കെ ഇവിടെ മുളക്കട്ടെ. മുളക് ഞാൻ ഇനൊന്നും നട്ടില്ല എന്ന് ആരും പരാതി പറയരുത്. ഞാൻ മുളകിൻ്റെ കുരുപാവുണ്ട്. വേപ്പില ഇവിടെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ വേപ്പില. ഉപ്പുമാവിന്റെ മണം വരുമ്പോ കൊതിയ വന്ന വേപ്പില കിട്ടോ. ഉപ്പുമാവിന്റെ മണം ആകെ കടുക് പൊട്ടി. അത് ഈ സാധനം പൊട്ടിക്കുമ്പോ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് എന്റെ മനസ്സിലുണ്ടല്ലോ തലേരുള്ളില്. അപ്പൊ പിന്നെ ഉപ്പുമാവല്ലാണ്ട് പിന്നെ ഇതിൽ തേങ്ങ കോഴി കൂടാനാവൂ. അപ്പൊ ഉപ്പുമാവിന്റെ മണം എന്നാ പറയാ. ഇതിലേക്ക് ഒരു സബോള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, മൂന്നാലഞ്ച് നമ്മുടെ കാന്താരി മുളക് ഉണ്ടല്ലോ, ചൂനിയ മുളക്, അതരിഞ്ഞത്. ചിലപ്പോൾ ഞാൻ എന്തുകൊണ്ട് ചെയ്യാന്നറിയോ, സബോളയും ഉള്ളിയൊന്നും ഉപയോഗിക്കില്ല. ഇതിൽ പിന്നെ നാളികേരം ഇടും കേട്ടോ. ഈ നാളികേരത്തിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചിയും പിന്നെ മുളകില്ലേ പച്ചമുളക്, അതും ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ അടിക്കും. അപ്പോൾ ഇഞ്ചിയൊന്നും കടിക്കില്ലല്ലോ. ഈ നാളികേരത്തിൽ കൂടെ അതിങ്ങനെ ഒന്ന് ഇതാവും. അങ്ങനെയൊക്കെ ഇത് ചേർക്കും കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഈ വേപ്പിൻ്റെ ഇല ഇട്ട് കഴിയുമ്പോൾ ആ നാളികേരം കൂടി ചേർത്തില്ല, അതിലിടും. അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്. ഈ തെങ്ങിൻ്റെ ഇടയ്ക്കിലാണ് പൊന്നാങ്കണ്ണി ചീര കേട്ടോ. തെങ്ങിൻ്റെ കട ഫുള്ള് പൊന്നാങ്കണ്ണി ചീരയാണ്. 2 പ്രാവശ്യം ചേട്ടൻ ചേട്ടൻ്റെ അവിടെ നിന്ന് പൊന്നാങ്കണ്ണി ചീര പറിച്ചുകൊണ്ട് എന്നിട്ട് ഇതേ അവിടെ 2 സ്ഥലത്ത് കിടക്കുന്നുണ്ടാവും. അതോ നശയിപ്പോയി. ഇപ്രാവശ്യം അത് കാരണം തടം കോരിയിട്ടല്ല പറിക്കണുള്ളൂ. തെങ്ങിൻ്റെ തടത്തിലാണ് ഫുള്ള്. തടം കോരിയിട്ടേ അല്ല, മനഃപൂർവ്വമാക്കിയതല്ല, സാങ്കേതികമായ ചില കാര്യങ്ങളാണ്. അതല്ലാന്ന്, നമ്മളൊരു സാധനം പറിച്ചു കൊണ്ടുവന്നിട്ട് അതിനുള്ള തടം കോരണേക്കാളും നല്ലത് തടം കോരിയിട്ട് പറിച്ചുകൊണ്ടിരുന്നതാണ് നല്ലത്. ശേഷം പറിച്ചുകൊണ്ട് പിന്നെ അത് നമ്മളന്ന് നടാന്ന് വിചാരിച്ചായിരുന്നു. അന്ന് ഈ പാമ്പ് പെട്ടെന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മഴ പെയ്തു. പിന്നെ നമ്മൾ വൈകുന്നേരം വന്നത് മഴ കാരണം. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ വേറൊരു ദിവസം വേറെ അതേപോലെ കാരണങ്ങളുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും. അല്ലാണ്ട് അപ്പൊ മാടമ്പള്ളിയിലെ ആ മനോരോഗി ആരാ? മനോരോഗി വെള്ളം മാറ്റിക്കിട്ടെ, മണ്ണ് വീഴും. അപ്പോൾ വാടി വരുന്നു. അപ്പം നമ്മൾ നാളികേരം ചെരുകിയിടുന്നു. ഇതൊരു ഭയങ്കര ഗംഭീരമായ റെസിപ്പി ഒന്നല്ല കേട്ടാ. അതെ, നാളികേരം കൂടിയാ ഭഗവാനെ. നാളികേരം കൂടിയാണ് കുഴപ്പമില്ല, കുറയ്ക്കണേ ഞാൻ വരാം. ഇട്ട് കഴിഞ്ഞതിൽ ഇട്ട് എന്നെടുക്കാനാ ബുദ്ധിമുട്ട്. നാളികേരം ഇട്ടിട്ട് അത് വലിയ മുരിയൊന്നും വേണ്ട കേട്ടാ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് ഒന്ന് ഇളക്കി. പൊന്നാങ്കണ്ണി ചീരയ്ക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക തടം കണ്ടെത്തേണ്ട ആവശ്യമില്ലാന്ന്. ഈ തെങ്ങിൻ്റെ കടകളൊക്കെ ഓരോ ഇതിപ്പോൾ അവിടെ കുമ്പളങ്ങ അങ്ങനെ ഓരോന്നോരോന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് അവിടെ ഇങ്ങോട്ട് ആയോളും, നമ്മളതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ലേ ആ തെങ്ങിന്റെ കടക്കെ കുമ്പളം കുത്തി, ഈ തെങ്ങിന്റെ കടക്കെ മത്തം കുത്തി. എന്റെ ചേട്ടാ പറയാ മത്തങ്ങ മുളച്ചുടി കുമ്പളങ്ങ മുളച്ചില്ലാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനോട്, അത് ചേട്ടൻ അറിയില്ലേ മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല. അത് കാലാകാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ഒരു സ്വഭാവം അത്. അതുപോലെ അല്ലേ? ഇത് കാരണമാണ് കേരളത്തിലത്തെ കാർഷിക രംഗം എന്താ പറയാ രക്ഷപ്പെടാത്തതെന്ന്, അങ്ങനെ ഒരു ഡയലോഗില്ലേ? അതും കൂടി ഉണ്ടെന്നുകൊണ്ട് അല്ല കൊച്ചിങ്ങ നമ്മളൊരു സിനിമ പറയാത്ത ഒരു ഒറ്റ എപ്പിസോഡ് പോലും ഉണ്ടാവില്ല അല്ലേ? അത് യാദൃശ്ചികമാണല്ലോ, നമ്മൾ മനഃപൂർവ്വം അതൊന്നും ഞങ്ങള് സാധാരണ സംസാരിക്കുമ്പോഴും അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാവർക്കും ഉണ്ടെന്ന് കൊണ്ടിട്ടാ. ചെറുപയറിടാൻ പോവാ. ചെറുപയറിടുന്നു. ആഹാ, ഈ ഉപ്പുമാ ടീസ്പൂൺ കൊണ്ടിട്ടില്ലേ നീ തിന്നാനായിട്ട്? ടീസ്പൂണും പ്ലേറ്റും ഒന്നും കൊണ്ടിട്ടില്ല അല്ലേ? വെരി ഗുഡ്. ഇതിൽ നിന്ന് തന്നെ വാരി തിന്നേണ്ടി വരുമോ? അല്ലെ ഞാൻ 2-3 കിണ്ണങ്ങള് ടീസ്പൂണ് അത് എടുത്തു വയ്ക്കാനായിട്ട് എടുത്തിട്ട് വരാം. ഇതിപ്പോ ആവുമല്ലോ. വേണ്ട കുറച്ച് അങ്ങോട്ട് ഞാൻ ഇടയ്ക്ക് പൊന്നാണ്ടി ചീര പറിക്കാൻ പോകുമ്പോൾ ഇത്തിരി നല്ലതായിട്ട് കൊടുക്കണം പോണ വഴിക്ക്. ഇതിൽ ഉപ്പിടട്ടെ. ഭയങ്കര രസമുണ്ടല്ലേ കാണാൻ, എന്തുട്ടാ അതിൻ്റെ ഉപ്പുമാവിൻ്റെ ഒരു ഭംഗി. ഇത്തിരി ഉപ്പിടട്ടാ. സ്വല്പം വെള്ളം തെളിക്കായിരുന്നില്ല? വെള്ളം കൊണ്ടുണ്ട്. എന്നാലും ഇത് അല്ലെങ്കിൽ അതെന്തോളും. ഇതിന്റെ മൂടി ഞാൻ എടുത്തില്ല. മൂടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വേവ്. സ്വല്പം വെള്ളം തെളിക്കണം, അപ്പോൾ ഗംഭീരമാവും. അല്ല രാജകീയമായ ഉപ്പുമാവാണിത്. പ്രോട്ടീൻ്റെ കലവറ അല്ലേ? ഞാനിപ്പോൾ പിന്നെ മുതിര മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അല്ല ചേട്ടാ പടക്കം മേടിച്ചാ? അതെ, ഞാൻ പ്ലേറ്റും ടീസ്പൂണും എടുത്തിട്ട് വരട്ടെ? വേണ്ട, വാഴലിൽ ആക്കാം. വാഴലിൽ കഴിച്ചാൽ മതി, പ്ലേറ്റും പ്ലേറ്റൊന്നും വേണ്ട. പിന്നെ ഈ പ്ലാവിൻ്റെ അലിൻ്റെ ഇതൊന്നും വേവട്ടെ. ഇവിടെ പൊന്നാങ്കണ്ണി ചീര ഒരു പിടിന്ന് പറിക്കാം. വീണ്ടും 3ാമത്തെ വട്ടാണ് പൊന്നാങ്കണ്ണി ചീര. അല്ല ചേട്ടൻ്റെ അടുത്ത കഴിയാറായാ? 300 വട്ടം പറിക്കാനുള്ളതാ ഉണ്ടെന്നല്ല ഏട്ടൻ പറയണത്. ഓഹോ, ഭംഗിയായി തുടങ്ങിയിട്ടാ. ഇവിടെയും കളച്ച് ഭംഗിയായി തുടങ്ങി, എല്ലാം വൃത്തിയാക്കല്. അതാ കൂർക്കൊക്കെ നല്ല ഏട്ടൻ ഇഷ്ടം പോലെയാണ് കേട്ടോ ഉള്ളത്. ഈ പച്ചമുളകിലാണ് കളക്കണ്ടായിരുന്നല്ലേ? പൂക്കൾ കണ്ട, അതേപോലെ നമ്മളവിടെ പൂക്കളുണ്ടാവും. എൻ്റെ പൊന്നാങ്കണ്ണിയെ ഇത്തവണയായിരുന്നു എന്നെ കൊണ്ടുപോയി ഞാൻ കുഴിച്ചിടും കേട്ടാ. അധികമൊന്നും വേണ്ട, പെട്ടെന്ന് പടരല്ലോ ഇത് സാധനം. തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇപ്പം എന്തോ നടാൻ വേണം, മതി. ഇഷ്ടം പോയിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ വട്ടം അത് പറിച്ചുകൊണ്ട് പോകണത്. ഇത്തവണ ഞാൻ ഇവിടെ നട്ടേ ഇരിക്കൂ. ഇവിടുത്തെ ബ്രോയിലർ കണ്ടാ, കോഴികളെ, ബ്രോയിലർ കോഴികൾ. ഇതായി ഉപ്പുമാവ് വേവാറയ്യാ കാണാ. ഇതാണ് ഇങ്ങനെ ഒരു തെങ്ങിയേണ്ടത് നോക്കിയേ. വെറുതെ ഇന്ന് കുഴിച്ചിട്ടാൽ മതി, ഇതിപ്പോൾ പടരും കണ്ട. ഇങ്ങനെ വെറുതെ കുഴിച്ചിട്ടാൽ മതി. ഒരു മാസം കഴിയുമ്പോഴേക്കും ഈ തെങ്ങിൻ്റെ ഇടയ്ക്ക് പൊന്നാങ്കണ്ണി നിറയും. ഈ മറ്റേ പൊന്നാങ്കണ്ണി വയ്ക്കണം പച്ച. അയ്യോ, അത് വെക്കേണ്ട ആവശ്യമില്ല. ആളുകൾക്ക് ഇതിൻ്റെ എല്ലാം നുള്ളിക്കൊണ്ടിരിക്കണം, എന്നാലും നല്ല തളിരല്ല പറ്റുള്ളൂ. ഈ സാധനം ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് വെച്ചിട്ട് പിന്നെ ഇതൊക്കെ വെച്ച് കഴിക്കുന്നുണ്ടാ? അയ്യോ, ഇത് ഭയങ്കര ബിസിനസ് ആയില്ലേ? ആളുകൾ കൃഷി ചെയ്തിട്ട് വിൽക്കുന്നുണ്ട്. ഒരു പൊട്ട ഇട്ടൊക്കെ ചൂടല്ലേ? മോളിന്നുണ്ട് ചൂട്, ആവി കൊണ്ടണ്ട. അത് കത്തിയല്ല, മറ്റേ സാധനം ഉള്ളത്. അതെ, അവിടെ ഇത്തിരി പച്ച കുത്തുവിടാണ്ട് ഭയങ്കര ടേസ്റ്റാ ഉപ്പുമാവ്. നാക്കലകൾ മുറിച്ചുകൊണ്ടു. നമ്മുടെ ഉപ്പുമാവ് കഴിഞ്ഞു കേട്ടാ. ഇത് അടിപൊളി. തീ ഓഫ് ചെയ്യട്ടെ ഞാൻ? തീ ഓഫ് ചെയ്തോ.
വാഴയിലേക്ക് പറയണതൊക്കെ ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലാവും കൊറേ കഴിഞ്ഞു എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന്. അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് കോളേക്കലായിട്ട് പറഞ്ഞതാ. അതെ, പ്ലാവിൻ്റെ ഇല പൊട്ടിക്കാം. പ്ലാവിന്റെ ഇലയാ? അല്ല ചേട്ടന് പ്ലേറ്റിലിട്ടിട്ട് തരാം. അല്ല, ഇലയിൽ ഇങ്ങനെ ഇട്ടിട്ട് തരാം. ഭയങ്കര ഹെൽത്തി സാധനമാണ്. പ്ലേറ്റ് ഞാൻ എടുത്തു. അവിടെ പിടിച്ചോട്ടാ, പ്ലേറ്റ് പിടിച്ചോ, ഞാൻ ഇത് എൻ്റെ കയ്യിലേക്ക് എടുക്കും. അതെ, ചൂടുണ്ടാവില്ലേ? ആ, പ്ലാവില് ചേട്ടൻ തിന്നാനല്ലേ, കോരി തിന്നാൻ വേണ്ടിട്ടാണല്ലേ? കോരി തിന്നാൻ പ്ലാവില. ടീസ്പൂണൊന്നും എടുത്തില്ല. ടീസ്പൂൺ ഞാൻ കുറച്ച് മതി, കുറച്ച് മതി. ഇനി വൈകുന്നേരം കഴിക്കാം. അതെ, ആ, അത് വൈകുന്നേരത്തെ ഫുഡാണ്. ചാളര ചാറ് ഒഴിച്ചിട്ട് ചേട്ടൻ കഴിക്കും. ഇതിന് ചാളര ചാറ് ചൂടുണ്ടാ? കഴിക്കുകയാണെങ്കിൽ ഞാൻ ചേട്ടനെ അറിയാണ്ടത് ഒരു വീഡിയോ എടുക്കും, നോക്കിയോ? പില്ലാന്ന് പറഞ്ഞില്ലേ? അതിന് നല്ല രസമല്ലേ? രസമുണ്ട്, കുഴപ്പമില്ല, ഹെൽത്തി സാധനം. അപ്പം ആ നാളേരം ഉള്ളിരിക്കും കൂടുമ്പോ ചെറുപയർ മുളപ്പിച്ചത് ചെറിയ അല്ല ചേട്ടൻ എന്നും കുറുക്ക് കഴിക്കണതിന് വരെ ഇടയ്ക്കൊക്കെ മാറ്റി ഇങ്ങനത്തെ ഓരോന്നും കഴിക്കാൻ വൈകുന്നേരം. ഇതിന് 4 മണിയാകുമ്പോ വെച്ച് കഴിച്ചാ പോരെ? അല്ല, വൈകുന്നേരം ഇത് കഴിച്ചാൽ മതി. ശബ്ദം കേൾക്കണ്ട. ആ, മൈക്ക് മാറ്റി വെച്ചിട്ട് കഴിക്കണ സമയത്ത് മൈക്ക് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ട് കമന്റ്സ് വരാറുണ്ട്. ചവയ്ക്കണ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ജഗ്ഗു വന്നു. അല്ല, ഈ പറയുന്നവര് ചവയ്ക്കാണ്ടാണ് കഴിക്കുന്നത്. നന്നായിണ്ട്. സീമ ചേച്ചിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവാ. കുറച്ചും കൊണ്ട് പോവാ ഞാൻ. വേണ്ട വേണ്ട. അല്ല ചേട്ടൻ എന്ത് കൊടുത്താലും അല്ല ചേട്ടൻ ചേച്ചിക്കും കൊണ്ടുപോകും. അത് ചെറുേട്ടനും അങ്ങനെ തന്നെയാ. സജീവനാണ് അത് ആദ്യം തുടങ്ങി വെച്ചത്. ഞാൻ ഈ ഓരോ സദ്യക്ക് പോയിട്ട് കോഴിക്കാല് വരെ പോക്കറ്റ് വെച്ചിട്ട് ഉണർന്നു കൊടുത്തിട്ടുണ്ട്. ഞാനാണ് ആ കീഴ്വഴക്കം തുടങ്ങി വെച്ചിട്ടുള്ളത്. അതെ, അല്ല, സോറി. എല്ലാവരും ഭാര്യമാർക്കൊക്കെ കൊണ്ടുവരും. ചേട്ടൻ കല്യാണം കഴിയണേലും മുന്നേ കൊണ്ടുവരാറുണ്ട്. ഇവിടുത്തെ ചേച്ചിമാർ കൊണ്ടുകൊടുക്കും ഇല്ലേ? എല്ലാവർക്കും കൊടുക്കും. ആ, അതാണ്. അല്ലാണ്ട് കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാൻ തുടങ്ങിയതല്ല. ട്യൂഷൻ കഴിഞ്ഞ് വന്നു. ആ, ജഗ്ഗു വന്നപ്പോൾ നല്ല മണം. ഞാൻ ഇത് മല തേച്ചേ, എൻ്റെ അമ്മ അതിൻ്റെ മണം പോയിട്ടില്ല ഇതുവരെ. അപ്പം നമുക്ക് നിർത്താം, ഇരുട്ടായി. ഇന്ന് ചേട്ടൻ എന്തൊക്കെ ചെയ്തത് പറയൂ. കാലത്ത് അവിടെ ഈ വാടര ഇത് ക്ലിയറാക്കി, ചീരകൾ നട്ടു. ചീര തൈ അവിടെ നിന്ന് പറിച്ചു കൊണ്ടിട്ട് മുള്ളൻ ചീരയൊക്കെ നട്ടു. പിന്നെ ഈ അവിടെ കുറച്ച് പയർ നട്ടു. പയർ വീണ്ടും വീണ്ടും നടൽ തന്നെയാണ്, അല്ലാണ്ട് വേറെ എന്തൊരു പണി. പിന്നെ കറ്റാർവാഴയ്ക്ക് മണ്ണെടുത്തു, തുളസിക്ക് മണ്ണെടുത്തു. ഇപ്പോൾ ഈ പൊന്നാനി ചീര നട്ടു. ഇവിടെ നിന്ന് വെടുപ്പാക്കി. അങ്ങനെ കുറച്ച് പണികൾ ചെയ്തു. പിന്നെ അവിടെ കുറേ ഈ ചെടികൾക്ക് ഇനി അധികമില്ലേ, കഴിഞ്ഞൂലേ. പിന്നിപ്പോൾ ഈ ഒരു സ്ഥലവും ഈ കോഴിക്കോട് ഇരിക്കുന്ന സ്ഥലം, പിന്നെ ആ 2 തെങ്ങിൻ്റെ ആടാൻ മൂടണം. ഇത്ര ഉള്ളോ? അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയല്ലോ കേട്ടോ, വൈകുന്നേരത്തെ ഭക്ഷണം. ആ, അങ്ങനെ പറയാം. ചെറുപയർ ഉപ്പുമാവ്, ചെറുപയർ മുളപ്പിച്ചുകൊണ്ടുള്ള ഉപ്പുമാവ്. വൈകുന്നേരത്തെ ഒരു നേരത്തെ ഭക്ഷണം ഇതാക്കാം. ഇത് മുതിര മുളപ്പിച്ചിട്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ ആ മുതിര മുളപ്പിച്ചുകൊണ്ട് ചെയ്യാം. പിന്നെ ചെറിയടം കുറേ സാധനം മുളപ്പിക്കും. പുല്ല് ഇല്ലേ, റാഗി, അത് മുളപ്പിക്കാം. വിമാനം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിർത്താടാ, അടുത്ത വീഡിയോ. വിമാനം പോണോണ്ടല്ല ഏട്ടാ നിർത്തുന്നത്, വീഡിയോ കഴിഞ്ഞു. പിന്നെ ഇരുട്ടായി തുടങ്ങി. നിർത്താം. അടുത്ത വീഡിയോ. നന്ദി, നമസ്കാരം.